ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജേഷാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസുകളിൽ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കായിരിക്കും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് ഒരു 3 വർഷം കഴിഞ്ഞിട്ടേ കവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടേ കവർ ചെയ്യുള്ളൂ. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴായി കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ സംഭവം? ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇത് കവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ? ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കുള്ള നഷ്ടം കമ്പനി കുറയ്ക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ നമുക്കൊരു അസുഖം വന്നു, അതിന് ശേഷം നമ്മൾ പോയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഏർപ്പാട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കമ്പനി കണ്ടെത്തിയതാണ് എന്ത്? പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് നമ്മൾ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ട് കവർ ചെയ്യുള്ളൂ. ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രീമിയം കുറവുണ്ടാവുക. അതേപോലെ തന്നെ ഏറ്റവും നല്ല പ്രായവും നല്ല സമയവും അത് തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കുക. അടുത്തൊരു 4 വർഷത്തേക്ക് നിങ്ങൾ ബോഡി കാര്യങ്ങളൊക്കെ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉണ്ട് എങ്കിൽ പോവുക. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കവറിങ് എമൗണ്ട് അല്ലെങ്കിൽ കവറിങ് ഇയേഴ്സ് നിങ്ങൾ പെട്ടെന്ന് തന്നെ കവറപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും നേരത്തെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കുക. ഇത് എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് പോളിസി മാറുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കമ്പനിയുടെ പോളിസി എടുത്തു, അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു കമ്പനിയിലേക്ക് മാറണം. അപ്പം നിങ്ങൾക്ക് പോർട്ടിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഒരു റിന്യൂവലിൻ്റെ ഒരു മാസം 1.5 മാസം മുമ്പേ നിങ്ങൾക്ക് പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, വേറൊരു കമ്പനിയിലേക്ക് മാറാൻ പറ്റും. ആ മാറുന്ന സമയത്ത് നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ നിങ്ങൾ കവർ ചെയ്ത എമൗണ്ട് ഒരു സമയമുണ്ടല്ലോ, ഇപ്പോൾ 4 വർഷമാണെങ്കിൽ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് പോളിസികളിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ സമയം കവർ ചെയ്താൽ മാത്രം മതി. അതിൽ വേറെ ടെൻഷൻ അടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. അതിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ, കുറച്ച് കൂടുതൽ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമയം കുറയ്ക്കാനുള്ള പോളിസീസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. ഒരു 2 വർഷം വരെയൊക്കെ ആക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതിന് അഡീഷണൽ എമൗണ്ട് ആഡ് ഓൺസ് ആയിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളൊരു വിഷയം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് മനസ്സിലാക്കാതെ എടുത്തിട്ട് നിങ്ങൾ പോയിട്ട് ബുദ്ധിമുട്ടാവരുത്. അതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം കുറേ പേര് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ ടൈം ഫ്രെയിം എപ്പോഴും മനസ്സിലാക്കുക. അതിന് ശേഷം മാത്രം നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഡിസ്ക്രിപ്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്ത് നമ്മളോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു. നമ്മളെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ പ്രിയപ്പെട്ടവരായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്.